Assalamualaikum. Hi everyone. Welcome back to another vlog. ഈ വ്ലോഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസം ഈവനിങ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്രെപ്പ് വർക്ക് ആൻഡ് പ്ലാനിങ് ഒക്കെ തലേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ ഇന്ന് ഞാൻ നാളത്തേക്കുള്ള ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. എനിക്ക് ദോശ ശരിക്കും ഒരു ലൈഫ് സേവറാണ് കേട്ടോ. ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ ബിസി ആയിട്ടുള്ള ഡേയ്സൊക്കെ പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ദോശ, ഇഡ്ഡലിയൊക്കെ. ഞാൻ അധികം വീക്ക്ലി വൺസ് ദോശ ബാറ്റർ ഉണ്ടാക്കി വെക്കാറുണ്ട്. എനിക്ക് 2 to 3 ഡേയ്സ് എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഓടും. ഇഡ്ഡലി, ദോശയൊക്കെ ആയിട്ട് മാറി മാറി ഉണ്ടാക്കുകയും ചെയ്യും. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം സാധനം തന്നെ എപ്പോഴും തിന്നും പോലെ ഫീൽ ചെയ്യില്ല 2-3 ദിവസം തന്നെ യൂസ് ചെയ്താലും. കാരണം നമുക്ക് ഒരേ ബാറ്റർ കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ബോർ അടിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ എനിക്ക് ദോശൻ്റെ ബാറ്റർ റെഡി ആവാനും അതിൻ്റെ ദോശൻ്റെ ടെക്സ്ചറൊക്കെ റെഡി ആവാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെപ്പോഴും ചെയ്ത് ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയപ്പോൾ പിന്നെ ആ മെഷർമെൻറ്റിൽ ചെയ്താൽ എപ്പോഴും റെഡി ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ മെഷർമെൻറ്റ് ഇപ്പോൾ മാറ്റാറേയില്ല. സെയിം മെഷർമെൻറ്റ് വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ ഉമ്മ കുറച്ച് ടിപ്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസിയായി ബാറ്റർ റെഡിയാക്കാനും ദോശ റെഡിയാക്കാനും ഒക്കെ. നമ്മൾക്കൊരു സാധനം ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം അതന്നെ ഉണ്ടാക്കുമല്ലോ. അതുപോലെ തന്നെ എനിക്കിത് ഈസിയായി തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ അധികം ബാറ്റർ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. കൂടുതലും പ്രശ്നം ഉണ്ടാവാന്ന് വെച്ചാൽ ഞാനിത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോകും. അല്ലാത്ത സമയങ്ങളിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ജസ്റ്റ് ഒരു ക്വിക്ക് ക്ലീനപ്പ്, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കുക. പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഡിഷസൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എണീറ്റ് വരുമ്പോൾ മെസ്സി ആയിട്ടുള്ള കിച്ചണിലേക്ക് കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് വരുത്തൽ, അത്ര തന്നെ. അപ്പോൾ ഉമ്മ തന്ന ടിപ്പിൽ ഒന്നാണിത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നല്ലോണം കുറേ നേരം ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഉഴുന്ന് അരയ്ക്കുമ്പം ചൂടാവാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഒന്നെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ അത് അരച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചെടുക്കുക. മെഷർമെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ 2 ടിപ്പും കൂടെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് നല്ല ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആസ് യൂഷ്വൽ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫജറൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ജോബിനൊക്കെ പോയി. മോൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മോർണിംഗ് അത്ര ബിസി അല്ലായിരുന്നു. ദോശ ബാറ്ററൊക്കെ നല്ലോണം ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ദോശൻ്റെ കൂടെ ഇന്ന് ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അധികവും ഗ്രീൻ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നട്ട്സൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. കൂടുതലും കടലാണ് പണ്ടേ ഇടാറുള്ളത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഉള്ള അധികം നട്ട്സുകളും ആഡ് ചെയ്യാറുണ്ട്. അധികവും വാൾനട്ട്, ആൽമണ്ടൊക്കെയാണ് ആഡ് ചെയ്യാറുള്ളത്. വാൾനട്ട് ആകുമ്പം കുട്ടികളൊന്നും അധികം ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം തിന്നാൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് ഇതിലിടുമ്പം അങ്ങനെ അങ്ങ് പോവും. നല്ല ടേസ്റ്റുമാണ് വാൾനട്ടൊക്കെ ഇട്ടാൽ. ഞാൻ അധികം എൻ്റെ ഏതാ ഉള്ളത് ആ നട്ട്സ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ആൽമണ്ടും വാൾനട്ടും കാഷ്യും പിന്നെ കടലയും ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ കുറച്ച് മിൻറ്റും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഗ്രീൻ ചട്നി ആക്കും. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുറച്ച് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഡെയിലി ഏതെങ്കിലും രീതിയിലായിട്ട് മീലിൽ എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഒരു എഗ്ഗെങ്കിലും ഞാൻ ഡെയിലി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനിക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കൂടുതലും എഗ് ദോശയാണ് ആക്കി കൊടുക്കുക. എഗ് ദോശ ആകുമ്പോൾ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവനക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാക്സിമം തിക്നെസ്സൊക്കെ കൂട്ടിയിട്ട് കുറച്ച് നല്ലോണം വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അവന് ഒരു ദോശയൊക്കെ ചിലപ്പോൾ കഴിക്കുള്ളൂ. എഗ് ദോശയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദോശയെ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്നത് കുറച്ച് കട്ടിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തിക്നെസ്സൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എഗ് ദോശ ആകുമ്പം തിക്നെസ് കൂടിയാലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മുട്ട ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ബുൾസൈ പോലെ ആക്കാറില്ല, ജസ്റ്റ് ഒരു ടിപ്പ് മാത്രം പൊട്ടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെപ്പറും സോൾട്ടുമാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ചില ഡേയ്സിൽ ഞാൻ ചീസും ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ചട്നി ഒന്നും ഇല്ലാത്ത ഡേയ്സിൽ ഞാൻ അധികം അവനിക്ക് ചീസും ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുത്താൽ അവനിക്ക് അത് കുറച്ചും കൂടെ നല്ല ഇഷ്ടമാണ്.
സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലാക്കാറുള്ളത്. ഇവനിക്ക് ചട്നിയും കറിയൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ അതിന് പിന്നെ കറിയൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ, ചട്നിയൊന്നും വേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചട്നിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചട്നിയിൽ ഞാൻ തേങ്ങയിൽ നട്സും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയും, പിന്നെ ഞാൻ ഒരു ചെറിയ ഗാർലിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഗാർലിക്ക് നിർബന്ധമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ചെറിയൊരു പീസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമില്ല, കുറച്ച് ചെറിയൊരു പീസ് ഗാർലിക്കും ഇഞ്ചിയും കൂടി ഇട്ടാൽ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ചട്നിയിലിട്ടത്. അപ്പോൾ നിങ്ങൾ നട്ട്സ് ഒന്നും ഇട്ടിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക, നല്ല ഇഷ്ടപ്പെടും. പിന്നെ പച്ചമുളക്, നമുക്കാകുമ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളക് ഉള്ളതായിരിക്കും ഇഷ്ടപ്പെടുക. ഞാൻ മോനിക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പച്ചമുളക് ഇടാറില്ല. എനിക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഗീയൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ് കേട്ടോ കൂടുതലിഷ്ടം. അതിൻ്റെ കൂടെ ഞാൻ ഒരു എഗ് ദോശയും കൂടി അടിക്കും. പിന്നെ സാധാ പോലെ ദോശ ഞാൻ ഉണ്ടാക്കാറില്ല, ഗീ ഒന്നും ഇടാതെ കുറച്ച് കട്ടിയിലുള്ള ദോശ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഒന്നെങ്കിൽ നല്ല കട്ടിയിൽ തട്ട് ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ ദോശ ഉണ്ടാക്കും. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. എനിക്കിനി ഒരു 2 ദിവസത്തേക്കുള്ള 2-3 ദിവസത്തേക്കുള്ള ബാറ്ററായിട്ട് അത് ഉണ്ടാവും. ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും 3 ദിവസമൊക്കെ നിൽക്കും. പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ഉള്ള ബാറ്ററി ഉണ്ടാവുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു ക്വിക്ക് ക്ലീനിങ്ങും ചെയ്ത് കുറച്ച് ടൈം പ്ലാൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് പിന്നെ ഒരു ക്വിക്ക് ലഞ്ച് പ്രിപ്പറേഷൻ. പരിപ്പ് കറിയും ബീഫും ഓൾറെഡി ഉണ്ടായിരുന്നു ഇന്നലത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊരു നെയ്ച്ചോറ് വെച്ചു. അതുകൊണ്ട് കൂടുതൽ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ലഞ്ചൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബിസി ആയിരുന്നു ഡേ. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഈവനിങ് 5:30 ഒക്കെ ആയപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോഴേക്കും ഹസ്ബൻഡ് വരാനും ടൈമായി. ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് വിട്ടു. ഫ്രൈഡേ ഈവനിങ്സ് എപ്പോഴും കാം ആൻഡ് ഹാപ്പി ആയിരിക്കും. പിറ്റേ ദിവസം വീക്കെൻഡ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു വൈബാണ് ഫ്രൈഡേ ഈവനിങ്. ഇന്ന് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയതുകൊണ്ട് തന്നെ. ഗ്ലോബൽ വില്ലേജിൽ എത്ര പോയാലും വീണ്ടും പോകാനും വെറുതെ അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്. ലൈറ്റ്സും വെറൈറ്റി കൾച്ചേഴ്സും മൊത്തത്തിൽ നല്ലൊരു വൈബാണ് അവിടെ. നല്ലൊരു ഫൺ പ്ലേസാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പോയാൽ നമ്മളെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഓരോ ഫുഡ് ട്രൈ ചെയ്യലാണ്. ഇന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫ്രൈഡേ ഈവനിങ് തന്നെ വന്നത്. സാറ്റർഡേയും സൺഡേയും നല്ല ക്രൗഡഡ് ആയിരിക്കും എന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ഫ്രൈഡേ വന്നു. ഇന്നും നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ 50 AEDക്ക് എല്ലാ റൈഡ്സും കയറാൻ പറ്റും. അവിടെയും നല്ല ക്രൗഡായിരുന്നു, ഫുൾ ക്യൂ ആയിരുന്നു. അവിടുന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. മോൻ പെട്ടെന്ന് തന്നെ വന്ന് ഫ്രഷായി കിടക്കാൻ പോയി. ഞാനും കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേസ് ശരിക്കും ഹോൾ വീക്ക് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ് പോലെയാണ്. നല്ല കാമായിട്ടുള്ളൊരു ഡേ ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ. താങ്ക് യു ഫോർ സ്പെൻഡിങ് ദിസ് റാൻഡം ഡേ വിത്ത് മീ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്സൊക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.